വന്നു, എൻ്റെ ഹസ്ബൻഡ് വന്നു. വെൽക്കം ബാക്ക് ടു കിൻസ്റ്റേഴ്സ്. നമ്മുടെ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളെല്ലാം റെഡി ആവുന്നതും ഇവിടെ അച്ഛൻ ചക്ക മുറിച്ചുകൊണ്ടിരിക്കുന്നതും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഞ്ജപ്പൻ ഇന്ന് ലാൻഡ് ചെയ്യാണ് നമുക്ക്. അപ്പോൾ അവനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പം അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അമ്മേനോട് തള്ളി പിടിച്ച് കൊണ്ടുപോവാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളത് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഈവനിങ്, അതായത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പത്തെ ഒരു സംഭവമാണ്. ഞാൻ ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. വൈകുന്നേരമാണ്, നമ്മളോട് 6:35 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ അവിടെ എത്താൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അമ്മ റെഡിയായി. അപ്പം അച്ഛൻ പോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാശിക്കുട്ടനും പിള്ളേരും എല്ലാവരും മാമൻ എയർപോർട്ടിൽ ഇതെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഈ പ്രവാസികൾ പോകുമ്പോഴത്തെ വിഷമം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷെ വരുമ്പോഴത്തെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടക്കാനും പറ്റില്ല അല്ലേ. ഞാൻ ദേ കല്യാണത്തിന് പോണ പോലെയാണ് ഗൈസ് എയർപോർട്ടിലേക്ക് പോണത്. ഇത് എനിക്ക് ചുരിദാർ എനിക്ക് കിട്ടിയെന്ന് തന്നെയായിരുന്നു. ഇത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ. കിട്ടിയെന്ന് തന്നെ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാറ് നമുക്ക് പോണ വഴിക്ക് നിഖിലിൻ്റെ കൊടുത്തിട്ട് നമ്മുടെ വലിയ കാർ എടുത്തിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിതേ പോവാണ്. പിന്നെ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് സഞ്ജു വരുന്നതെന്ന് ചോദ്യം ഒരുപാടുണ്ടാവും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഭയങ്കര മോശമാണ്. അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് പോയ തൊട്ട് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമാണ്. പിന്നെ അവനാണെങ്കിൽ അവിടുത്തെ സിറ്റിസൺ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെയാണ്. ജോലി നമുക്ക് അവിടെ ചെന്നിട്ടായാലും അന്വേഷിക്കാം. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് പോരാൻ പറ്റുന്നുണ്ട്. ഹെൽത്തൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവനോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളിതേ അവരുടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എവിടെ പോവാണ്? നമ്മൾ എയർപോർട്ടിലേക്ക് വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് വലിയ സുഖം, ഒരു മധുരമുള്ളൊരു ഇതുപോലെ തോന്നുന്നു. എനിക്ക് ചില്ലിന്ന് എഴുതിയിരിക്കും ചിലപ്പോട്ടാ നോക്കിട്ട് പിങ്കാ വലിയ ഗുമ്മില്ല സാധനം. അത് ഉപ്പിലിട്ട സ്വർക്കടൊക്കെ ഒരു മണല്ലേ. നമ്മളപ്പോൾ ഇത് എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി നമ്മൾ വളരെ നേരത്തെയാണ് കേട്ടോ എത്തിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിടെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ പോണ വഴി നമുക്ക് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഒരുപാട് പേർക്ക് അറിയായിരിക്കും. നമുക്ക് നല്ല രസമാണ് ഇവിടെ കാണാൻ. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. ഞങ്ങൾ സൈഡിൽ ഒതുക്കിയപ്പോൾ തന്നെ സഞ്ജുവിൻ്റെ ഫ്ലൈറ്റ് താഴേക്ക് ലാൻഡ് ചെയ്ത് കാണാൻ പറ്റി കേട്ടോ. എന്താ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്? റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. പാർക്കില്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സഞ്ജപ്പൻ ലാൻഡ് ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ട് ആകാശത്തുനിന്ന് കൂടെ ലാൻഡ് ചെയ്തത് നമുക്ക് അവിടെ നിന്നത് കാണാൻ പറ്റില്ല. എങ്ങനെ അല്ല അതന്നെയല്ലേ, അതന്നെയല്ലേ സംഭവം. ഖത്തർ അല്ലേ, എയർ അറേബ്യ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ അവിടേക്ക് പോകുന്നു, അവനെ എടുക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ചാന്ദിനി എടാ, ചാന്ദിനി ഒന്ന് കാണിക്കൂ. അമുഖത്ത് നാണം. അങ്ങനെ സമയപ്പോഴത്തേ നമ്മൾ അവനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനാണെങ്കിൽ ചാന്തുവിനെ ഒരുപാടിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ പറയുക, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ വരുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല.
ആ ഒരു വരുത്തിയിട്ടില്ല എനിക്ക് ഭയങ്കര എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ പക്ഷേ അവർ വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് ഈ പ്രവാസികളുടെ ഭാര്യമാർക്ക് മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ല ഗൈസ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചാന്ത് കുറേ കാണിക്കാണ്ടിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഞാനതിങ്ങനെ ചോർത്തി കുറേ നേരം കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണോ ഇവിടെയാണമ്മേ നമ്മളിവിടെ നിന്നാ കണ്ടിരുന്നു സഞ്ജുവിനെ. ചന്തു വീഡിയോ എടുക്കണമെങ്കിൽ ഏത് ഇതാണെന്ന് മനസ്സിലാക്കണം. നോക്ക്, എന്നാലേ വരുന്നതേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ സഞ്ജപ്പനെ പറഞ്ഞയക്കാൻ വന്നെന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ നമ്മൾ ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആണെങ്കിൽ നോക്കിയിരിക്കുകയായിരുന്നു വരുന്നതെന്ന് നോക്കി. സഞ്ജു വേഗം തന്നെ കാണാൻ പറ്റി. പക്ഷേ അവൻ്റെ പെട്ടിയും ചട്ടിയും സാധനങ്ങളൊക്കെ വരെ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അവനവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. സഞ്ജു കണ്ടപ്പോൾ അത് ഏറ്റവും ചാന്തുവാണ് ആദ്യം കണ്ടത് സഞ്ജു പോണത് കേട്ടോ. അത് മേ ബി ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കും. ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു. എൻ്റെ ഹസ്ബൻഡ് വന്നു ഹരിയേട്ടനെ കാണാൻ എനിക്ക് ദുർഗിയായി. അപ്പൊ ഗൈസ് അവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ്റെ ലഗേജ് എടുക്കാനായിട്ട് അവൻ ഒരു അരമണിക്കൂറെങ്കിലും ഗൈസ് ഇവിടെ പോസ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളിത് ഭയങ്കരമായിട്ട് മുടിയൊക്കെ വളർത്തി ഭയങ്കര ക്ഷീണമായിരുന്നു. കാരണം ഇവനെ ഞങ്ങളായിട്ട് ഇങ്ങോട്ട് എത്തിച്ചതെന്ന് പറയാം. ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളില്ല, ആളെ തല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് അവന് ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റ് ചെയ്ത്, ഫുഡ് ഇല്ല എന്നല്ല, പക്ഷേ നമുക്ക് നമ്മുടെ ക്ലൈമറ്റായിട്ടൊന്ന് ആക്കി നല്ല ഹെൽത്ത് ഒന്ന് കറക്റ്റ് കണ്ടീഷനാക്കി എടുത്തതിന് ശേഷം നമുക്ക് അവൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടേക്ക് പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. അവൻ അലർജറ്റിക് ആയിട്ട് ഒരുപാട് ഇഷ്യൂ ഉള്ള കുട്ടിയാണ്. അതായത് അവിടെ പിന്നെ ഭയങ്കര തണുപ്പ് പോലെ ശ്വാസമുട്ടും ചുമക്കെ ഭയങ്കര കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അവനെ അങ്ങനെ പറഞ്ഞേക്കാൻ. അവനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വരാൻ. പക്ഷെ ഞങ്ങളുടെ നിർബന്ധത്തിന് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി ഹെൽത്തൊക്കെ ശരിയാക്കിയിട്ട് ഞങ്ങൾ വിടത്തുള്ളൂ. അപ്പോൾ അതേ കണ്ണും തമ്മിൽ ഞാൻ കളിയാക്കുന്നുണ്ട്. പക്ഷെ കുറേ പ്രവാസികളുടെ ഭാര്യമാർ എൻ്റെ പൊങ്കാലിടാനായിട്ട് ഇവിടെ വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു രസമല്ലേ. എനിക്ക് എൻ്റെ അനിയനെ കാണുമ്പോഴത്തൊരു സന്തോഷം, അവൾക്ക് അവൻ്റെ ഭർത്താവിനെ കാണുമ്പോഴത്തൊരു സന്തോഷം, എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ മകനെ കാണുമ്പോഴത്തെ സന്തോഷം, ഏട്ടന് അവൻ്റെ അനിയനെ കാണുമ്പോഴത്തൊരു സന്തോഷം. അങ്ങനെ എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അതേ അവിടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. ആ അമ്മാമ്മക്ക് ലഗേജൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാറു നോ അങ്ങോട്ട് പോയി കാര്യം ചോദിക്കോ. മുകളിൽ അത് ഇതാണ് എന്താണ് പറയാ, ഇതാരും ആള് മാമനോട് എവിടെ വിളിച്ച് മാമാ പാറൊട്ടിക്കുന്ന ആള് വരുന്നില്ല. விழிநீரும் வீணாக இமை தாண்ட கூடாதென துளியாக நான் சேர்த்தேன்
ஒரு போதும் பொய்யில்லையே மறுவார்த்தை பேசாதே மடி மீது நீ தூங்கிடு இமை போல நான் காக்க கனவாய் நீ மாறிடு. നോക്കി മാമനെ നോക്കി പേടിച്ചിട്ട് നാണത് ഞങ്ങൾക്കൊരു സായിബാവണത്. വേറെ ആന്റിയുടെ കുട്ടിക്കെല്ലാം കാണാൻ പോകുന്നുണ്ട്. സ്റ്റൈലായിരിക്കും, ചാന്തുന്റെ സ്റ്റൈൽ ഷോ ആയിരിക്കും. അത് പിന്നെ എനിക്ക് ധാരാള് 10-40 ലക്ഷം വേണ്ട വേണ്ട വേണ്ട. അല്ല വീഡിയോ എന്തേ ഗൈസ് പറയ് വെറുതെ. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി നമ്മൾ. ഇനിയിപ്പോൾ സഞ്ചപ്പൻ ഉണ്ടാകും കുറച്ച് നാൾ നമ്മുടെ കൂടെ. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ദേ എടുത്ത് കയറി. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 days ആയിട്ട് അവന് ഫ്ലൈറ്റിൽ തന്നെ 2 ദിവസം വേണം കറക്റ്റായിട്ട്. അപ്പം ഇരിപ്പ് തന്നെയാണല്ലോ, ഫുൾ നീർക്കെട്ടാണ്, ഫുഡ് കഴിച്ചിട്ടില്ല. ബ്രെഡല്ല ബിസ്ക്കറ്റ് മാത്രമാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ തണ്ടലൊക്കെ, ഒന്നാമത് ശരീരം വേദനയും പനിയൊക്കെ ആയിരുന്നു, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ശരീരത്തിലുണ്ട്. അതിൻ്റെ കൂടെ നീർക്കെട്ടിയിട്ട് നല്ല രീതിയിൽ ശോകനീയ അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മൾ പോണ വഴിക്ക് അവന് മരുന്നൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം ചെവി വേദന വന്നിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ കണ്ടിന്യൂസ് ഒരു 3 ഫ്ലൈറ്റ് 4 ഫ്ലൈറ്റ് മാറി കയറണം എന്ന് തോന്നുന്നു. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ എല്ലാരും കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? നോക്ക്, പൊറോട്ട വേണ്ട, അപ്പൊ നമുക്ക് മന്തി അടിക്കാം. ഓക്കെ, മന്തി ഫിക്സ്. തുറക്കമ്മ. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരം വരുന്ന സ്ഥലത്ത് കുഴിമന്തി മേടിക്കാൻ വന്നിരിക്കുക. അവന് പൊറോട്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ആൾക്ക് ചെവി വേദന ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാവിലെ തൊട്ട് 9:30 തൊട്ടിട്ട് അവൻ ഇരിപ്പ് തന്നെയാ. ഒട്ടും നിവർന്ന് കിടന്നിട്ടൊന്നുമില്ല, ഫുൾ ടൈം ഇരിപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പൊ എന്താണ്, അപ്പൊ ഒട്ടും വയ്യ, വയറിനൊരു സുഖമില്ല. അതുകൊണ്ട് ഞങ്ങള് അവന് പൊറോട്ട വേണ്ടാന്ന് പറഞ്ഞു. സോ 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഫ്ലൈറ്റിൽ ഫുഡ് മാത്രം കഴിച്ചിട്ടുള്ളൂ. അപ്പം മന്തി മേടിക്കാന്ന് വിചാരിച്ചു വന്നപ്പോൾ അൽഫാം മന്തി ഖതം ഹേ. നോർമൽ മന്തി, ബീഫ് മന്തി, അവൻ എന്താ മേടിച്ചിട്ട് വരുന്നതെന്ന് അറിയില്ല ഗൈസ്.
എന്ത് പറ്റി സിജി? മോന്റെ കുപ്പായം കെട്ടിപ്പിടിച്ചിരിക്കുന്നേ. മമ്മി ഹാപ്പി ആയോ മോൻ വന്നപ്പോ? മമ്മിക്ക് ഭയങ്കര സമാധാനം അല്ലേ മമ്മി? ഭയങ്കര സമാധാനായി മമ്മിക്ക്. മമ്മി എന്തിനാ മമ്മിക്ക് അറിയുന്നുണ്ട് മമ്മി? ഈശ്വര ലേറ്റ് എടുത്ത് എന്താ ഇങ്ങനെ? ഇല്ല കരയില്ല, അതേ ഒഴുകണ്. എന്തിനാ തൊട്ടേനും പിടിച്ചതിനൊക്കെ കരയണം എന്തിനാ? നിങ്ങളുടെ അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് തൊട്ടേനും പിടിച്ചതിനും കരയുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബിലോ ഹിയർ. നമ്മളുടെ ഈ ഒരു ജനറേഷൻ അമ്മമാരായിരിക്കും ഇത്രയും ഇങ്ങനെ ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള അമ്മമാര്. ഇത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അതൊക്കെ ചിലപ്പോ അങ്ങനെ ഇരിക്കും. സിജി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സിജിക്ക് ഒന്ന് കണ്ട കാര്യം ഞാനിപ്പോ എന്തിനാ ചോദിച്ചത്? അമ്മയ്ക്ക് സമാധാനമായി ഒന്നല്ലേ ചോദിച്ചുള്ളൂ. സമാധാനമായി എന്ന് പറഞ്ഞു. ഒന്നാമത് നമ്മുടെ സഞ്ജപ്പൻ വരാനുള്ള മെയിൻ കാര്യം ഹെൽത്ത് ഇഷ്യൂസ് ആണ് കേട്ടോ. അവന് ഹെൽത്തിന്റെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമ്മുടെ ക്ലൈമറ്റ് ഒട്ടും പിടിക്കാണ്ട് എന്താ പറയാ, അമ്മ അതും പറഞ്ഞ് എന്നും കരച്ചിലായിരുന്നു. അവന് വയ്യാത്ത കൊണ്ട് അവന് എന്നും കരച്ചിലായിരുന്നു. ഞങ്ങക്ക് ഭയങ്കര സമാധാനം അവനിവിടെ എത്തി ഒന്ന് പുഷ്ടിപ്പെടുത്തി ഒന്ന് എടുക്കണം. അതാണ് ഞങ്ങളുടെ മെയിൻ ഫസ്റ്റ് കാര്യം. അവന്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഒന്ന് പക്കയാക്കി എടുക്കണം. അപ്പൊ ആ ഒരു കാര്യം അമ്മയ്ക്ക് സമാധാനമായി. പാറു അമ്മയുടെ കണ്ണീര് വെള്ളം പോണത് നോക്കിയിരിക്കുക. എന്നിട്ട് എന്നോട് പറയണു കണ്ണീര് വെള്ളം ഒഴുകണുണ്ട്. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും ഗൈസ് അമ്മ ഇങ്ങനെ കാര്യമാണ്. ചില സമയത്ത് അത് ഇപ്പൊ ഒന്നും വേണ്ടട്ടാ, ഒന്നും വേണ്ട, ഒരു കാര്യം വേണ്ട. വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരാളാണ് സിജി. പക്ഷെ ഞാനൊന്നും അങ്ങനെയല്ല കേട്ടോ. എനിക്ക് അത്രയും ഫീൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് മാത്രമേ ഞാൻ കരയത്തുള്ളൂ. ചാന്തും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ചാന്തും പെട്ടെന്നൊന്നും കരച്ചില്ലേ. പക്ഷെ എന്റെ അമ്മയുടെ അതേ സ്വഭാവമാണ് സഞ്ജുവിനുള്ളത്. സഞ്ജു ഭയങ്കര സെൻസിറ്റീവാ. സഞ്ജു എന്തിനാ മേടിച്ചേ സഞ്ജൻ? ബീഫ് മന്തി. ബീഫ് മന്തി നൈറ്റുള്ള ഇരുട്ടത്ത് ഐഫോണിൽ ക്ലിയർ ഉണ്ടാവില്ല. എന്റെ ചേട്ടന് വേണ്ടി ഞാൻ ഇഞ്ചി ചായ ഉണ്ടാക്കാൻ പോവാണല്ലേ. തുടങ്ങിക്കോ, പണി തുടങ്ങിക്കോ. ഞാൻ തുടങ്ങിക്കോ. നാരങ്ങ ഉണ്ടായിരുന്നല്ലേ വൈകിട്ട്? നാരങ്ങ ഉണ്ടായിരുന്നു. വെറുതെ ഇട്ടാ തിളപ്പിക്കുക, പഞ്ചസാര ചായപ്പൊടി. വരുന്ന വഴി അവന് മരുന്നൊക്കെ കൊടുത്ത് ഒരു എന്താ പറയുക ഇഞ്ചി ചായയൊക്കെ കൊടുത്തപ്പോൾ തന്നെ ചെക്കനൊന്ന് സെറ്റായി. നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അവനൊന്ന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ നമ്മൾ മന്തി മേടിച്ചു. അവന് കുറച്ച് ദിവസം 2 ദിവസമായി ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവൻ വന്നൊരു 2 ദിവസം ഒട്ടും ഫുഡ് കഴിച്ചിരുന്നില്ല. കഴിക്കാണ്ടിരുന്ന് കുടൽ ചുങ്ങിയതാണെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ബെറ്റർ ആയിട്ടോ. കാരണം ഇപ്പോൾ ഒരാഴ്ചയായി അവൻ വന്നിട്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇവനെ കണ്ടിട്ടുള്ള കുറേ പേരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. അപ്പോൾ സഞ്ജപ്പൻ താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ എന്നിട്ട് മേടിച്ചത് ബീഫ് മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചിക്കൻ മന്തി മേടിച്ചിട്ടുണ്ട്, അൽഫാം മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാശിക്കുട്ടൻ ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, പോയിട്ടൊരു 6 മന്തൊക്കെ ആവുന്നുള്ളൂ. വേഗം വന്നെങ്കിൽ ഞങ്ങൾക്കത് ഒരുപാട് സമയം കടന്നു പോയ പോലെ ഫീൽ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി, അവനും ഹാപ്പി. ഇനി അവൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പഴയ പോലെ അവനെ കാണുമ്പോൾ ഒരു പ്രശ്നമില്ലെങ്കിലും ഫുള്ള് തകർന്നിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് കുറേ ബ്ലഡ് ചെക്കപ്പൊക്കെ ചെയ്യാനുണ്ട്. ഭയങ്കര ചുമയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും നമ്മുടെ സഞ്ജപ്പൻ്റെ കൂടെ വേണം. അവൻ നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അവൻ്റെ കാലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ആ ഡ്രൈനെസ്സൊക്കെ അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഭയങ്കരമായിട്ട് കൂടി അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കുമായിരുന്നു. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഇനിയുള്ള തുടരെയുള്ള വീഡിയോകളിൽ നമ്മുടെ സഞ്ജപ്പൻ എന്തായാലും കൂടെ ഉണ്ടായിരിക്കും. ഇനി വെഡ്ഡിങ് ആനിവേഴ്സറിയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും
അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. കാരണം എന്താ പറയുക, ഇനി പിന്നെ എൻ്റെ നാത്തൂൻ ഇവിടെ ഡെയിലി ഉണ്ടായിരിക്കും. സഞ്ജു ഉള്ളതുകൊണ്ട് നാത്തൂൻ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോൾ എനിക്കിവിടെ വരുമ്പോഴും എനിക്കിവിടെ കൂട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.